കണ്ടു. ജഡ്ജസിന് ഇവരോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. കണ്ണൻ മാഷെ തുടങ്ങാം. ഭക്ഷ്യസുരക്ഷ എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാവരും പാടത്തേക്ക് എന്നുള്ള ഈ 3 വ്യത്യസ്ത പദ്ധതികളെ ഒരുമിച്ച് ചേർത്താണ് നിങ്ങൾ ഇത് ചെയ്തത്. അപ്പം അതിലിപ്പോൾ എത്ര ഹെക്ടറാണ് വീണ്ടെടുത്തതെന്നാണ് പറഞ്ഞത്? 150 ഏക്കർ ഈ കൈപ്പുറം പാടശേഖരത്ത്. 150 ഏക്കർ. അത് കൂടാതെ ഒരു 60 ഏക്കർ ഇപ്പം വിത്തിട്ട് തുടങ്ങി. ഇത് കൂടാതെ 60 ഏക്കർ. പിന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ഈ നിറവ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 100 ഏക്കർ ഈ സംഘകൃഷിയുടെയും ഭാഗമായിട്ട് കുടുംബശ്രീ പ്രവർത്തകർ വിവിധ പ്രദേശങ്ങൾ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ സംഘകൃഷി ആയിക്കോട്ടെ. പക്ഷേ ഈ ഇതുമാതിരി NREG മുഖാന്തരം ഇതെല്ലാം വൃത്തിയാക്കി എടുത്തത് 150 ഏക്കർ. 210 ഏക്കർ. ഇനി എത്ര അങ്ങനെ വീണ്ടെടുക്കാനുണ്ട്? ഇനി തരിശ് പേരാമ്പ്ര പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഇല്ല, തരിശില്ല. അപ്പോൾ അത് ഇഞ്ച് പോലും തരിശിടുകയില്ല എന്ന ഒരു പ്രതിജ്ഞ ഞങ്ങൾ ചെയ്തിരിക്കും. അപ്പോൾ എല്ലാ തരിശും അങ്ങനെ ഇത് കൊണ്ടുവന്നു. ഇത് നമ്മൾ ആദ്യം 10-20 കൊല്ലമായിട്ട് അടിഞ്ഞുകൂടിയ അവർ പറഞ്ഞില്ലേ, കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്, നിങ്ങൾ തന്നെ പറഞ്ഞ മാതിരി വളരെ ദുർഘടം പിടിച്ചൊരു സ്ഥലത്ത് ഇതൊരു ക്യാപിറ്റൽ വർക്കാണിത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണിത്. അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ മെഷീനറി വേണ്ടി വരും. NREGയിൽ മെഷീനറി ഉപയോഗിക്കാനുള്ള പ്രൊവിഷനില്ല. പക്ഷേ നിങ്ങൾക്ക് കുടുംബശ്രീയുടെ സഹായത്തോ ജില്ലാ മിഷൻ്റെയോ അല്ലെങ്കിൽ എല്ലാവരും പാടത്തേക്കെന്നുള്ള അതിൽ കൊണ്ടോ പിന്നെ വേറെ പാഡി മിഷനിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഈ ആദ്യത്തെ പണി പെട്ടെന്ന് ചെയ്യണമെങ്കിൽ മെഷീനറി ഉപയോഗിച്ചേ തീരൂ. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ശരി. കാരണം ഒരു ഫൗണ്ടേഷൻ ഇടുന്നതല്ലേ, അവർ പറയുന്ന കേട്ടല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള ഈ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് വർക്ക് വരുന്ന സമയത്ത് കൂടുതൽ നമുക്ക് ഇതാവാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് കൂടുതൽ വരുന്നത് ഈ അടിസ്ഥാന പണി കഴിഞ്ഞിട്ട് പിന്നെ ഈ നെൽകൃഷി ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇത് കാണാനുള്ള ഒരു ചിന്താഗതി കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ NREG ഉള്ളത് കൊണ്ട് എല്ലാവരും ഈ കൈകൊണ്ട് ചെയ്യുന്ന പണി മാത്രമാണ് ചെയ്യുന്നത്. പലപ്പോൾ ആണുങ്ങൾ ഈ പണിക്ക് വിളിച്ചാൽ വരില്ല. അപ്പം അവർ പറയും ട്രാക്ടർ കൊണ്ടുവരണം, JCB കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ നമ്മളത് കൊടുക്കേണ്ടിയും വരും. അപ്പോൾ അതൊരു പ്രധാന ഇതാണ്. എത്രത്തോട് ഇപ്പം ചെയ്തു കഴിഞ്ഞു സ്ത്രീകൾ? ഇതിനു മുമ്പ് ഞങ്ങൾ ഈ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ആ പാടം എന്ന് പറഞ്ഞാൽ കഴുത്തറ്റ ആണ്ടുപോകുന്ന സ്ഥലങ്ങളായിരുന്നു. വെള്ളക്കെട്ടായി ഈ സ്ത്രീകൾ പറഞ്ഞ പോലെ വല്ലാത്ത ബുദ്ധിമുട്ട്, അതായത് പാമ്പ് അതുപോലുള്ള ക്ഷുദ്രജീവികളെല്ലാം വസിക്കുന്ന ഒരു സ്ഥലം. അവിടെ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നല്ലശ്ശേരി ബാലകൃഷ്ണൻ നായർ ഇറങ്ങിയപ്പോൾ അപ്പടി താണുപോയി. അപ്പോൾ ഇദ്ദേഹത്തെ പൊക്കിയെടുക്കാനുള്ള അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്തിലുള്ള മെമ്പേഴ്സ് തന്നെ ഓരോരുത്തരായി ഇറങ്ങി അതിന് അതായത് അവർക്ക് ധൈര്യം കൊടുത്തതിന് ശേഷമാണ് മറ്റുള്ള ആളുകൾ ഇറങ്ങുകയും അതിലുള്ള വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഞങ്ങളതുപോലെ തന്നെ ഗ്രൂപ്പുകൾ, അതായത് CDSൻ്റെ ഗ്രൂപ്പ്, ഞാൻ ഗ്രൂപ്പിൻ്റെ ലീഡറായിക്കൊണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് കുടുംബശ്രീ, ഞങ്ങളെല്ലാം കുടുംബശ്രീയിലുള്ള ആളുകളാണ്. അതുപോലെ ഈ പുരുഷ മെമ്പർമാരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരും അതിൽ ഇറങ്ങി ജോലി ചെയ്ത് അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. വൃത്തിയാക്കാനൊന്നും വരുന്നില്ല ഈ പഞ്ചായത്ത് മെമ്പർമാർ അല്ലാതെ പൊതുജനങ്ങളിൽ നിന്ന് പുരുഷന്മാര് ഈ തോട് വൃത്തിയാക്കാൻ ഒന്നും വരുന്നില്ല. ഉണ്ട്. ഈ ബാലസഭകൾ എന്താ ചെയ്യുന്നത്? അത് പഞ്ചായത്തിലെ ഏതാണ്ട് 63 ഗ്രൂപ്പുകൾ, ഒരു ഗ്രൂപ്പിൽ 5 പേര് വെച്ച് ആ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ അവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 150ഓളം ഏക്കർ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നത് പൂർണ്ണമായും വനിതാ ഗ്രൂപ്പുകളാണ്. അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. CDSലെ 5 അംഗങ്ങളുള്ള 2 ഗ്രൂപ്പുകൾ, പഞ്ചായത്തിലെ വനിതാ അംഗങ്ങളുള്ള 1 ഗ്രൂപ്പ് എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നു. പിന്നെ പുതിയ തലമുറയെ കൃഷി സംസ്കാരത്തേക്ക് എത്തിക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ 1 ഏക്കർ സ്ഥലം ഒരു ഗ്രൂപ്പിന് 10 സെൻറ്റ് എന്നുള്ള നിലയ്ക്ക് 10 ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികളാണ് അവിടെ കൃഷി ചെയ്യുന്നത്. അവിടെ പച്ചക്കറി കൃഷി, നെൽകൃഷി എന്നുള്ള രീതിയിലാണ് ആ കുട്ടികൾ അവിടെ ചെയ്യുന്നത്. അവർക്ക് ഓരോ ദിവസവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കാൻ ആവശ്യമായ സൈറ്റ് ഡയറി കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഈ മരക്കാടിത്തോട് 2 തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഒന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്നത്, അതായിരിക്കാം കൃഷിക്ക് വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്താൽ ഡ്രെയിനേജ് ശരിയാകും. അതേസമയത്ത് ഒരുപാട് പ്ലാസ്റ്റിക്കും മറ്റ്
സിവേജ് വാട്ടറും എല്ലാം മലിനജലവും അതിനകത്ത് വന്ന് കയറുന്നതായിട്ട് കണ്ടു. ആ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? സ്രോതസ് ഇത് പേരാമ്പ്ര പട്ടണത്തിൽ കൂടിയാണ് സർ ഈ തോട് വരുന്നത്. ഈ പട്ടണത്തിലെ ഒരു സംസ്കാരം എന്നുള്ള നിലക്ക് ഈ സാധനങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി കച്ചവടക്കാരൊക്കെ തന്നെ കൂലിക്കാരി ഏൽപ്പിക്കും. അത് ബാർബർ ഷോപ്പിലെ മാലിന്യം മുതൽ ആശുപത്രി മാലിന്യം വരെ. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നീക്കം ചെയ്തു. പക്ഷെ കൂലിക്ക് ചില്ലറ പൈസക്ക് ഇത് ഏറ്റെടുക്കുന്ന ആളുകൾ തോട്ട് കൊണ്ടിടുകയാണ്. അത് തടയുന്നതിനുള്ള എന്ത് നടപടി? അത് തടയാനുള്ള ബോധവൽക്കരണം ഇപ്പം നടത്തി കഴിഞ്ഞു. 10-20 വർഷം മുമ്പ് നന്നായി നെൽ കൃഷി നടത്തിയിട്ടുള്ള കാര്യം നമ്മളിവിടെ അവിടെയുള്ള കർഷകൻ തന്നെ അതിൽ പറഞ്ഞു. ആ കാലത്തൊക്കെ തന്നെ ഈ ഉപ്പൂത്തിയില അങ്ങനെയുള്ള ഇലകളും പിന്നെ നമ്മൾ സഞ്ചികളാക്കി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇപ്പോൾ ഈ എത്രമാത്രം പിന്നെ പ്ലാസ്റ്റിക് കവറ് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും പ്ലാസ്റ്റിക് കവറ് വാങ്ങിച്ചുകൊണ്ടാണ് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മുഴുവൻ വലിച്ചെറിയുന്ന ഒരു സമ്പ്രദായമാണ് നമ്മളെ കേരളീയർക്ക് ഉള്ളത് തന്നെ. അപ്പം ഇത് ടൗണിൻ്റെ ഹൃദയഭാഗത്തൂടെ ഒഴുകുന്ന ഒരു തോടായതുകൊണ്ട് തന്നെ ഇത് കണ്ടമാനം വേറെ സ്ഥലങ്ങളിൽ, അതായത് പേരാമ്പ്ര പട്ടണത്തിൽ നിന്ന് മാത്രമല്ല വേറുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പിന്നെ വണ്ടികളിൽ മാലിന്യം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുന്ന ഒരു ഇത് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ ആളുകൾ കണ്ടുപിടിച്ച് അന്നേരം അതിനു വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെയുള്ള കടക്കാരും അതുപോലെ രാത്രി സമയങ്ങളിലൊന്നും ഇങ്ങനെ കൊണ്ടിടുമ്പോൾ നമുക്ക് തടയാൻ കഴിയില്ല. ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കണം നിങ്ങൾ. അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ബോധവൽക്കരണം ഒരു ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ അത് ലംഘിക്കുന്നവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ വേണം. അത് മാത്രം പോരാ, ഈ മാലിന്യങ്ങൾ തൃപ്തികരമായി സംസ്കരിക്കാനുള്ള ഒരു പരിപാടി കൂടി പഞ്ചായത്തിനുണ്ടോ? ബയോഗ്യാസ് പ്ലാന്റ് 26 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനുമായിട്ട് ഞങ്ങൾ കരാർ വെച്ചു. കൊടുത്തു കഴിഞ്ഞു സർ. അത് വരുന്നവരെ ഈ മാലിന്യങ്ങൾ എന്താ ഇപ്പൊ അതിന് സംഭവിക്കുന്നത്? ഇപ്പൊ പ്ലാസ്റ്റിക് മാലിന്യം മാറ്റിയിട്ട് ബാക്കി പിന്നെ തൽക്കാലം മറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഭൂമി വാങ്ങിയിട്ടുണ്ട്. അല്ല, ഇപ്പൊ ഈ കളക്ട് ചെയ്യുന്ന മാലിന്യമൊക്കെ എന്താ ചെയ്യുന്നത്? കത്തിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. അവിടെ സ്ഥലത്ത് കൊണ്ട് വെറുതെ ഇടുകയാണോ? അല്ല, അതിന് കുറെ പിന്നെ ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കുടുംബശ്രീക്കാരെ കൊണ്ട് തെരിയിച്ചെടുത്തത് അത് അവര് കമ്പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, അതിന്റെ അതാണ്. അല്ല, അത് ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യമാണ് പ്രസിഡന്റ് പറഞ്ഞത്. കമ്പോസ്റ്റിങ്ങിനുള്ള അത് ചെയ്യിക്കാമല്ലോ. ജൈവമാലിന്യാക്കാനുള്ള അതിന്റെ പിന്നെ നടപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ NREGS സ്കീം വന്നില്ലായിരുന്നെങ്കിൽ പഞ്ചായത്ത് എന്തെടുത്തേനെ? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിങ്ങൾ കാണുമായിരുന്നോ? ഈ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപേ 2-3 വർഷങ്ങൾക്ക് മുൻപ് ആ പ്രദേശത്തെ യുവജന സംഘടനകൾ, സാംസ്കാരിക ക്ലബ്ബുകൾ, ആ പ്രദേശത്തെ കർഷക കൂട്ടായ്മകൾ ഇവരുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ സന്നദ്ധ പ്രവർത്തനം കുറേ ദിവസം തുടർച്ചയായി നടത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ഒരു സാമ്പത്തികമായ ആവശ്യമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വലിയൊരു എത്ര സന്നദ്ധ പ്രവർത്തനം നടത്തി കഴിഞ്ഞാലും പൂർണ്ണമാകുന്നതായിരുന്നില്ല പദ്ധതി. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ പാതി വഴിക്ക് വെച്ച് നിർത്തിയതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതായിരുന്നു. മാത്രമല്ല, നേരത്തെ നീർത്തട വികസന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ സമയത്ത് അവിടെ ഇതിൻ്റെ ഈ നീർച്ചാൽ നന്നാക്കുന്നതിന് വേണ്ട പരിശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി വന്നു. ഇതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി. മാത്രമല്ല, രജിസ്റ്റർ ചെയ്യുന്ന തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ആവശ്യം പഞ്ചായത്തിന് മുമ്പിൽ വന്നു. ആ രീതിയിൽ നമ്മുടെ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക്, ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് ഒരു പ്രയോറിറ്റി ഈ പദ്ധതിക്ക് നൽകിയത്. കണ്ണൻ സാറ് പറഞ്ഞ പോലെ തന്നെ ഈ NREGS സ്കീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തോടുകളിൽ 20 വർഷം ഉപയോഗിക്കാത്ത തോടുകളിലെല്ലാം ഇറങ്ങുന്നു. ഇത്രയും റിസ്കി ആയിട്ടുള്ള, സ്ത്രീകളെ മാത്രമേ കണ്ടുള്ളൂ. റിസ്കി ആയിട്ടുള്ള പരിപാടി, റിസ്കി മാത്രമല്ല അതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലികളും ചെയ്യുന്നത്. അതിന് കൂടുതൽ പേയ്മെൻറ്റ് സ്ത്രീകൾക്ക് കൊടുക്കാനുള്ള സാധ്യത, സ്ത്രീകളെന്നല്ല തൊഴിലിറങ്ങുന്നവർക്ക് കൊടുക്കാനുള്ള ഇനിഷ്യലി കുറച്ചുകൂടി കൂടുതൽ അവരുടെ കൊടുക്കാനുള്ള നിയമം അനുസരിച്ച് കൊടുക്കാൻ, അതിന് അഡീഷണൽ ആയിട്ട് വല്ലതും കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള. തൊഴിലുറപ്പ് പദ്ധതിയിൽ മിനിമം കൂലി 125 രൂപയാണല്ലോ. അത് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ജോലിക്കുള്ള റിസ്ക് അനുസരിച്ച് അവർക്ക് അതിന് വിധേയമായി ജോലി ചെയ്യാനേ അവർ നിർബന്ധിക്കുന്നുള്ളൂ എന്നല്ലാതെ കൂടുതൽ കൂലി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. കൂലി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പഞ്ചായത്തിന് ഇൻസെന്റീവ് എന്നുള്ള പേരിൽ കൊടുക്കാം. കാരണം ദുർഘടമായിട്ടുള്ള പണിയാണത്.